പ്രാധാന്യമാക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പി ആയിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ നേതാക്കന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന അംബേദ്കർജിയുടെ ജന്മദിനം നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് വിഷു ദിവസമാണ്. അപ്പോൾ ഈ വർഷത്തെ അംബേദ്കർ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം സമത്വം എന്നുള്ള ഒരു സന്ദേശമാണ് ദേശീയ ജനതയ്ക്ക് നൽകിയത്. തുല്യത എന്നുള്ളത് ഒരു കാലത്ത് അസാധ്യമായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. അതായത് എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ടുള്ള ആദരവോ അംഗീകാരമോ പ്രാതിനിധ്യമോ ഒന്നും ഈ രാജ്യത്ത് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളാൽ നമ്മുടെ രാഷ്ട്രത്തെ ഉത്ബോധിപ്പിച്ച മഹത് വ്യക്തിയാണ് അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയേറെ പഠന വിഷയമാക്കേണ്ടതാണ്. അത് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അംബേദ്കർ ജീവിതത്തെ നമ്മൾ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു ഭാവിയുടെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സമത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു. അതേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുമ്പോൾ നമുക്ക് ആ സമത്വം എന്ന് പറയുന്ന ആദർശത്തെ ഇനിയും നമുക്കത് വേണ്ടത്ര വിധത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ ലോക ജനതയ്ക്കിടയിൽ അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആണ് അംബേദ്കർ. അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ദേശീയ ജീവിതത്തിലോ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെ വേണ്ടത്ര ഉൾക്കൊള്ളാൻ ആധുനിക കാലഘട്ടത്തിൽ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന നിലയ്ക്കാണ് അറിയപ്പെടുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നിരിക്കലും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ ഈ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് തന്നെ ഒട്ടനേകം അതിൽ പുതിയ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് അതിൻ്റെ കാതലായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ ഭരണഘടനയിലും വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും നമ്മുടെ രാഷ്ട്രത്തിലെ ജനതയുടെ സമത്വം അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ നമ്മൾ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാനും സാധാരണ ജനങ്ങളുടെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തെ കൂടുതൽ പ്രയോജനകരമാക്കാനും കൂടുതൽ നമ്മുടെ രാഷ്ട്രത്തിന് ഉള്ള വിജയത്തിൻ്റെയും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന് ഉയർന്നു നിൽക്കാനുള്ള അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ന് ലോകത്ത് മറ്റ് എല്ലാ രാഷ്ട്രങ്ങളിലും ഇപ്പോൾ ജനാധിപത്യം അപ്രത്യക്ഷമായിരിക്കെ ഭാരതം തല ഉയർത്തി നിൽക്കുന്നത് അതിൻ്റെ ജനാധിപത്യ ശക്തി കൊണ്ടാണ്. അപ്പോൾ ആ ശക്തിക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച മഹൽ വ്യക്തി എന്ന നിലയ്ക്ക് അംബേദ്കറുടെ ജീവിതം വളരെയേറെ മഹത്വപൂർണ്ണമാണ്. അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ നമ്മൾ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് ഈ പരിപാടി നമ്മൾ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ചും വിഷു ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം അംബേദ്കറുടെ ജീവിതത്തിലെ സമത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ നിലയ്ക്കും ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വിഷു എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലും തുല്യമായിട്ടുള്ള ദിവസമാണ് വിഷു. തുല്യത ആ ദിവസത്തിന് തന്നെ അതിൻ്റെ
ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ജീവിതത്തിലും നമ്മളൊക്കെ എല്ലാവരിലും ഒരേ തുല്യതയോടെ എല്ലാവരെയും കാണാനും അങ്ങനെ ലോകത്തെ സകല ജനങ്ങൾക്കും തുല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് വീണ്ടും ഒരു പോരാട്ടത്തിലേക്ക് ശക്തി നൽകുന്ന അംബേദ്കർജിയുടെ ജീവിതം നമുക്ക് ധന്യമായിട്ടുള്ള ജീവിതത്തെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ആദരിക്കാം. എല്ലാവർക്കും നമസ്കാരം.